നമസ്കാരം. നീണ്ട 42 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ 15ൻ്റെ യൗവനത്തോടുകൂടി അല്ലെങ്കിൽ ബാല്യത്തോടുകൂടി വീണ്ടും ഇവിടെ ഈ വേദിയിൽ ഒരു സമാഗമനത്തിനായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവരെയും കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് യോഗം തന്നെ 11 മണിക്ക് ആരംഭിക്കണമെന്ന് ആരംഭിച്ചിട്ട് ഇപ്പോൾ 11:30 കഴിഞ്ഞു. അത് കുഴപ്പമില്ല. നമ്മുടെ യോഗത്തിനെല്ലാം പ്രസക്തി നമ്മുടെ കണ്ടുമുട്ടലാണ്. വളരെ ആ ഊർജം അന്നത്തെ പോലെ തന്നെ അതിനേക്കാളും ഇരട്ടി 3 ഇരട്ടിയായിട്ട് 10 ഇരട്ടിയായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് അറിഞ്ഞതിലൂടെ കാരണം ഒരു വളരെ യാദൃശ്ചികമായിട്ടാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പ് തുടങ്ങാൻ ഉദ്ദേശിച്ചത് തന്നെ. ഞാനും സതീശനും ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു പൊളിച്ചുകൊണ്ടവരാണ്. പിന്നെ ഇവിടെ താമസിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാനും സതീശൻ്റെ അയൽക്കാരനായി ഞങ്ങൾ രാവിലെ മോർണിംഗ് വാക്കിനായിട്ട് ഇറങ്ങുമ്പോൾ അപ്പോൾ ഞങ്ങൾ അന്ന് മുതലുള്ള ബാല്യങ്ങൾ ആ 1ാം ക്ലാസ് മുതലുള്ള അനുഭവങ്ങളെ ഞങ്ങളിങ്ങനെ പങ്കുവയ്ക്കും. ഓരോരുത്തരെയും ഞങ്ങൾ ഇവിടെ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് കണ്ടുമുട്ടുന്നത്. ഞാൻ എൻ്റെ ഒരു പഴയ ഫോട്ടോ ഉണ്ടായിരുന്നു, ഒരു ഫോട്ടോ അതവരും കൊടുത്തു. അങ്ങനെ ഓരോരുത്തരെയും പേര് പറയുമ്പോൾ ഇതൊന്നും അറിയില്ല, അതിന് കണ്ടാൽ മനസ്സിലാവില്ല. ഓക്കെ, നമുക്ക് നോക്കാമെന്ന് ഞാൻ പറഞ്ഞിരിക്കുമ്പോഴാണ് യാദൃശ്ചികമായിട്ട് നമ്മുടെ ജെയിംസ് സപ്പോർട്ടിയാട്ടിലെ അവൻ്റെ ഒരു ഫേക്ക് ഫേസ്ബുക്ക് റിക്വസ്റ്റ് എനിക്ക് വന്നു. അപ്പോൾ ഞാൻ അവനെ മെസ്സഞ്ചറിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ മെസ്സഞ്ചറിൽ അവന് അയച്ചു കൊടുത്തു. ഇവിടെ അത് നീ തന്നെയാണ്, കാരണം ഇന്നത്തെ കാലത്ത് ഒത്തിരി ഇത് വരുന്നുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞാൽ അല്ലടാ അത് ഫേക്കാണ്, അത് ചെയ്യാം, അപ്പം എൻ്റെ വാട്സപ്പ് നമ്പർ അയച്ചുതരാൻ പറഞ്ഞു. വാട്സപ്പ് നമ്പർ അയച്ചു. അപ്പോഴാണ് ജെയിംസ് അതിനൊരു സേവനം പോലെ എന്നോട് പറഞ്ഞത് നമുക്ക് എന്തുകൊണ്ട് ഇവരെ എല്ലാവരും ഒന്ന് സംഘടിപ്പിച്ചു കൂടാം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സതീശനുമായിട്ട് ആലോചിച്ചു. സതീശൻ പറഞ്ഞു ഒക്കെ തുടങ്ങിക്കോടാന്ന് പറഞ്ഞു. അവൻ എൻ്റെ ഫുൾ സപ്പോർട്ടായിട്ട് അങ്ങനെ നിന്നു. അങ്ങനെ വെറും 8 ദിവസം 17-ാം തീയതി സ്റ്റാർട്ടായത്. 8 ദിവസം കൊണ്ട് നമ്മൾ 73 മെമ്പേഴ്സ് ഇതിനകത്ത് ജോയിൻ ആയിട്ടുണ്ട്. നമ്മൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 150-ൽ താഴെ സ്റ്റുഡൻസ് നമുക്കുണ്ടായിരുന്നു എന്നാണ് 4 ഡിവിഷനിലായിട്ട്. കാരണം ഞങ്ങളൊന്ന് എൻ്റെ ക്ലാസ്സിൽ തന്നെ ആണുങ്ങളുടെ സൈഡിൽ തന്നെ ബോയ്സിൻ്റെ സൈഡിൽ തന്നെ 5 ബെഞ്ച് ഉണ്ടായിരുന്നു. എല്ലാം തിങ്ങിക്കൂടിയായിരുന്നു ഇരുന്നത്. അപ്പോൾ ഒരു ബെഞ്ചിൽ 5 പേര് വെച്ചിട്ടുണ്ടെങ്കിൽ 25 നമ്മൾ. അപ്പോൾ ആ കണക്കിൽ 150-ന് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും നമുക്ക് കണ്ടെത്താൻ കഴിയണം. ഞങ്ങൾ അന്ന് ജസ്റ്റ് ഇതിനൊരു തമാശക്കായിട്ട് ചെക്കേറാൻ ഒരു ചില്ല എന്നൊരു പേരിട്ടു. ആ പേരിട്ടത് ഇപ്പോൾ മരമായി. അത് ഇത് നമുക്ക് കൂടി വന്നു കഴിഞ്ഞാൽ 1-2 മാസങ്ങൾക്കുള്ളിൽ നമുക്ക് ആ മരം അല്ലാതെ വടവൃക്ഷമായിട്ട് അതിനെ വളർത്തിയെടുക്കാൻ കഴിയും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതൊരു മണി ചെയിൻ പോലെ വളരെ പെട്ടെന്ന് തന്നെ അത് ഇതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഞാൻ എന്നെ അറിയാത്തവർ പലരും കാണുമ്പോഴും, കാരണം എൻ്റെ മുഖത്തിനൊക്കെ ചിലപ്പോൾ മാറ്റം വന്നിട്ടുണ്ടാവും, രൂപങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ടാവും. ഞാൻ ജോയിസ്